എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള മൊഡ്യൂൾ 6 and 7, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ചും വോയേജ് അക്കൗണ്ടിങ്ങും ഇതുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഏത് രീതിയിൽ ഇതിന് ആൻസർ ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് സെഷനിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഒന്നാമത്തെ, അതായത് നമ്മുടെ 6ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്? ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതിന്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡ്രോയി എന്താണ്, പേയ് എന്താണ് എന്നീ 2 ടേമുകൾ എന്താണെന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് ചോദിക്കാം, അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന ഡ്രോയി, പേയ്, ഇവര് രണ്ടും ആരാണ്, അല്ലെങ്കിൽ ഡ്രോയർ, ഡ്രോയി, പേയ്, ഈ 3 ടേംസ് ഇത് ഏതാണ്, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്? ക്ലിയർ ആണോ? റൈറ്റിംഗിലുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഓർഡർ ആണ്. ഡ്രോയർ സൈൻ ചെയ്യുന്ന ഓർഡർ ആണ്. ക്ലിയർ അല്ലേ? ആര് അക്സെപ്റ്റ് ചെയ്യുന്നു? ഡ്രോയി അക്സെപ്റ്റ് ചെയ്യുന്നു. ആർക്കാണോ ബില്ലിന്റെ മേൽ പേയ്മെന്റ് കൊടുക്കുന്നത് അയാളെ പേയി എന്നും വിളിക്കും. ഈ വക കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും അതിനകത്ത് തന്നെ ഡ്രോയർ എന്താണ്, ഡ്രോയി എന്താണ്, പേയി എന്താണ്, അഥവാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണ്, ഈ രീതിയിലും ഒരു ചോദ്യം വരാം. ഒരു ചോദ്യം പഠിച്ചപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് മറ്റ് പല ചോദ്യങ്ങൾക്കുമുള്ള സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു, എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ പ്രോമിസറി നോട്ട് എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിനോട് സിമിലാരിറ്റി ഉണ്ട്, എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് പ്രോമിസറി നോട്ട്. ഇതും ഒരു ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആണ്. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇവിടെ ഒരു പ്രോമിസ് ആണ് നൽകുന്നത്. ക്ലിയർ ആണോ? ഇവിടെ ഡ്രോയറും ഡ്രോയിയുമല്ല, മേക്കറും അതുപോലെ തന്നെ എന്താ പറയുക, ആൾക്കാരോ പേ ചെയ്യുന്നത് അയാളെ എന്ത് പറയും, അയാളെ എന്താ ആൾക്കാണോ പേ ചെയ്യുന്നത് അയാളെ പേ എന്നും, signed by maker to pay a certain sum of money only to or the order of a certain or the bearer of instrument. ആർക്കാണോ പ്രോമിസറി നോട്ട് കൊടുക്കുന്നത് അയാൾക്കായിരിക്കും അതിന്റെ മേലുള്ള പൈസ കിട്ടാനുള്ള അവകാശം ഉണ്ടാകുന്നത്. ആരാണോ പ്രോമിസ് ചെയ്യുന്നത് അയാളെ മേക്കർ എന്നും വിളിക്കും. അതാണ് പ്രോമിസറി. അതിനകത്ത് മേക്കർ എന്താണ് എന്നുള്ള ഒരു ചോദ്യവും കൂടെ വരാം. 2 ചോദ്യങ്ങൾ കഴിഞ്ഞു, 3 മാർക്കിന്റെയാണ്. സോ ഈ ഒരു രീതിയിൽ ഇത്രയും ലെങ്ത്തിൽ ആൻസർ എഴുതിയാൽ മതി. അടുത്തത്, നെയിം ദ പാർട്ടീസ് ടു ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ പാർട്ടികൾ ആരൊക്കെയാണ്? ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട്. ഡ്രോയർ ആണ് ബില്ല് ഡ്രോ ചെയ്യുന്നത്, ഡ്രോയി ആണ് ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നത്, പേയി ആണ് അവസാനമായി ബില്ലിന്റെ മേലുള്ള പേയ്മെന്റ് കിട്ടുന്നത്. ദ പേഴ്സൺ ടു ഹും ദ പേയ്മെന്റ് ഈസ് ടു ബി മെയ്ഡ്, അതാണ് പേയി എന്ന് പറയുന്നത്. ഡ്രോയി പേയി ആകാം, അല്ലെങ്കിൽ പേയി മറ്റൊരു വ്യക്തിയുമാകാം. എൻഡോഴ്സ്മെന്റ് നടന്നാൽ ഇതൊക്കെ നമ്മൾ വ്യക്തമായി നോക്കിയിട്ടുള്ളതാണ്. സോ ദീസ് ആർ ദ പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നാലാമത്തത്, വാട്ട് ഈസ് മെന്റ് ബൈ മെച്യൂരിറ്റി ഓഫ് ബിൽ. മെച്യൂരിറ്റി ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയുമ്പോൾ ഗ്രേസ് പീരീഡ് എന്താണ് എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താ, എപ്പോഴാണ് ആ ബില്ല് മെച്യൂർ ആകുന്നത്? ഡേറ്റ് ഓൺ വിച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ലൈക്ക് ബിൽ ഓർ പ്രോമിസറി നോട്ട് ബിക്കം ഡ്യൂ ഫോർ പേയ്മെന്റ്. എപ്പോഴാണ് ആ ബില്ലിന്റെ മേലോ പ്രോമിസറി നോട്ടിന്റെ മേലോ പേയ്മെന്റ് നടത്തുന്നത്? അതാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ എന്തിനെ പറ്റി പഠിച്ചത്? ഗ്രേസ് പീരീഡിനെ പറ്റി പഠിച്ചത്. അപ്പൊ എങ്ങനെയായി ഒരു മെച്യൂരിറ്റി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പീരീഡ് ഫോർ വിച്ച് ബിൽ ഈസ് ഡ്രോൺ ടു ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഡ്രോയിങ് ഓർ അക്സെപ്റ്റൻസ് ആൻഡ് ദെൻ ആഡിങ് 3 days ഓഫ് ഗ്രേസ്. എപ്പോഴാണോ ആ ബില്ല് മെച്യൂർ ആവുന്നത് പറഞ്ഞത്, ക്ലിയർ ആണോ, അത് തൊട്ട് 3 ദിവസവും കൂടെ ഗ്രേസ് പീരീഡ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ദ 3 days അതാണ് എന്തെന്ന് വരുന്നത്? മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് വരുന്നു. ക്ലിയർ ആണോ?
സോ അതാണ് മെച്യൂരിറ്റി ഓഫ് എ ബിൽ എന്ന് പറയുന്നത്. അവിടെ ആ ഒരു പോയിന്റിനോട് ഒത്തുചേർന്ന് തന്നെ ഗ്രേസ് പീരീഡ് എന്ന പോയിന്റും നോക്കും. അടുത്തതാണ് സ്റ്റേറ്റ് എനി ടു റീസൺ ബിറ്റ്വീൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഒരു ഓർഡർ കൊടുക്കുന്നു, പ്രോമിസറി നോട്ടിൽ ഓർഡർ ഇല്ല, പ്രോമിസ് ടു പേ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസ് ഉണ്ട്, ഡ്രോയർ, ഡ്രോയി, പേയി. പക്ഷെ പ്രോമിസറി നോട്ടിൽ 2 പേരേ ഉള്ളൂ, മേക്കറും പേയും. ക്ലിയർ അല്ലേ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിഫറൻസ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സ്. അടുത്തത് എൻഡോഴ്സ്മെന്റ് എന്താ? എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ബില്ലായിക്കോട്ടെ പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിന്റെ അവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ? ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫറിങ് ടൈറ്റിൽ thereof to another. അതായത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ പുറകിൽ എൻഡോഴ്സ്ഡ് എന്ന് പറഞ്ഞ് എഴുതി അതിന്റെ അവകാശം മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ എൻഡോഴ്സ്മെന്റ് എന്ന് വിളിക്കാം. എൻഡോഴ്സ്മെന്റ് നടത്തുന്ന വ്യക്തിയെ എൻഡോഴ്സർ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ ഇൻസ്ട്രുമെന്റ് ഇസ് എൻഡോഴ്സ്ഡ് ഈസ് കോൾഡ് എൻഡോഴ്സി. ആർക്കാണോ എൻഡോഴ്സ് ചെയ്യപ്പെട്ടത് അയാളെ എൻഡോഴ്സി എന്നും, ആരാണോ എൻഡോഴ്സ് ചെയ്യുന്നത് അയാളെ എൻഡോഴ്സർ എന്നും വിളിക്കുന്നു. സോ എൻഡോഴ്സർ എന്താ, എൻഡോഴ്സി എന്താ, എന്താണ് എൻഡോഴ്സ്മെന്റ്? ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് മെന്റ് ബൈ എൻഡോഴ്സ്മെന്റ്? 3 മാർക്സ്. ഏഴാമത്തത് ഡിസോണർ ഓഫ് എ ബിൽ എന്ന് പറഞ്ഞാൽ എന്താ? ബില്ല് മെച്യൂരിറ്റി ഡേറ്റിൽ പേ ചെയ്യണം, പക്ഷേ പേ ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ആ ബില്ല് എന്താ? ആ ബില്ല് ഡിസോണർ ആയി, ആ ബില്ല് മടങ്ങി എന്ന് പറയാം. ഡിസോണർ എന്ന് പറഞ്ഞാൽ എന്താ? will occur when the drawee or maker of negotiable instrument refuse to accept it or fail to pay the amount due on maturity. Maturity pay ചെയ്യേണ്ട എമൗണ്ട് ബില്ല് അല്ലെങ്കിൽ പ്രോമിസറി നോട്ടിൽ പേ ചെയ്യേണ്ട വ്യക്തി പേ ചെയ്യാതെ ഇരിക്കും. അപ്പോൾ ആ ഒരു ബില്ല് അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡിസോണേർഡ് ആയി എന്ന് പറയും. ക്ലിയർ ആണോ? ഡിസോണർ ക്യാൻ ബി ബൈ നോൺ അക്സെപ്റ്റൻസ് ഓർ നോൺ പേയ്മെന്റ്. നോൺ അക്സെപ്റ്റൻസ് വഴിയോ നോൺ പേയ്മെന്റ് വഴിയോ ഡിസോണർ ഉണ്ടാകാം. ഒരു ബില്ല് വന്നു, ആ ബില്ല് അക്സെപ്റ്റ് ചെയ്യാൻ ഡ്രോയി തയ്യാറാകുന്നില്ല, ഡിസോണേർഡ് ആയി. അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു, മെച്യൂരിറ്റി സമയത്ത് പേ ചെയ്യാൻ തയ്യാറാകുന്നില്ല, ഡിസോണേർഡ് ആയി. സോ നോൺ അക്സെപ്റ്റൻസ് വഴിയോ നോൺ പേയ്മെന്റ് വഴിയോ ഡിസോണർ നടക്കാം. ക്ലിയർ ആണോ? അതാണ് ഡിസോണർ എന്ന് പറയുന്നത്, ഡിസോണർ ഓഫ് എ ബിൽ. എട്ടാമത്തത് വാട്ട് ഈസ് മെന്റ് ബൈ നെഗോഷിയേഷൻ ഓഫ് എ ബിൽ? ബില്ലിന്റെ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ? ഒരു ബില്ല്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റപ്പെടുകയാണ്. ക്ലിയർ ആണോ? As to constitute the transferee, the holder there. The transferee acquires good title to the instrument, free from any defect in the title of the transferor. ട്രാൻസ്ഫറിൽ നിന്ന് ട്രാൻസ്ഫറിയിലേക്ക് ആ ഗുഡ്സിന്റെ, ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ടൈറ്റിൽ കൈമാറ്റം ചെയ്യപ്പെടും. അതിനെയാണ് നെഗോഷിയേഷൻ ഓഫ് ബിൽ എന്ന് പറയുന്നത്. യാതൊരു ഡിഫക്റ്റും ഇല്ലാതെ ട്രാൻസ്ഫറിക്ക് ആ ഒരു പെർട്ടിക്കുലർ ബില്ലിന്റെ അവകാശം ലഭിക്കും. Clear ആണോ? So negotiation of bill refer to transfer of a negotiable instrument from one person to another in such a manner as to constitute transferee the holder thereof. ട്രാൻസ്ഫറിയെ ഹോൾഡർ ആക്കുക എന്ന ഉദ്ദേശിച്ചത്. അതാണ് നെഗോഷിയേഷൻ ഓഫ് ബിൽ. പിന്നെ വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ക്രോസിംഗ് എ ചെക്ക്? ഒരു ചെക്ക് ക്രോസ് ചെയ്താൽ അതിന്റെ എഫക്ട് എന്താണ്? ക്ലിയർ ആണോ? Payment of the check can only be obtained through a bank and not directly over the counter from the paying bank. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എഫക്ട്. ഒരു ചെക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൗണ്ടറിലൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. Can only be obtained through a bank and not directly over the counter from the paying bank. Paying ബാങ്കിന്റെ കൗണ്ടറിലൂടെ ലഭിക്കത്തില്ല. Can be only obtained through a bank. ഒരു ബാങ്കിലൂടെ മാത്രമേ അത് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. This enhances security of payment. പേയ്മെന്റിന്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നു, ട്രേസബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? സോ അതിനെ ക്രോസിംഗ് എന്ന് വിളിക്കുന്നത് അതിന്റെ എഫക്ട്. ഡിഫൈൻ എ ബെയറർ ചെക്ക്. ബെയറർ ചെക്ക് എന്താണ്? ആൻഡ് ആൻ ഓർഡർ ചെക്ക്. ബെയറർ ചെക്ക് എന്താണ്? ഓർഡർ ചെക്ക്. ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് പേയബിൾ ടു ദ ബെയറർ അല്ലെങ്കിൽ പേഴ്സൺ ഹു പ്രസന്റ് ഇറ്റ് ഫോർ പേയ്മെന്റ്.
ആരുടെ കയ്യിലാണോ ചെക്ക് ഇരിക്കുന്നത് ആ വ്യക്തിയാണ് ഓണർ, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് ആ ഒരു ചെക്ക് ഹോൾഡർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യും. ക്ലിയർ ആണോ? ആരുടെ പേരൊന്നും ചെക്കിൽ കാണത്തില്ല, ബെയറർ ആയിരിക്കും. അപ്പം ആ ചെക്കിന്റെ ഹോൾഡർ ബെയറർ ചെക്ക് ക്യാഷ് ചെയ്യാനായിട്ട് സാധിക്കും. It does not require any endorsement for transfer and payment can be received over the counter. ക്ലിയർ അല്ലേ? ഈ ചെക്ക് എന്റെ കയ്യിൽ ഇരിക്കുന്നു, ഞാൻ ഈ ഒരു ചെക്ക് ബെയറർ ചെക്ക് ആണെങ്കിൽ എന്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനാകും ആ ചെക്കിൽ നിന്ന് പൈസ ലഭിക്കാൻ അവകാശമുള്ള വ്യക്തി. എനിക്ക് മറ്റാരെങ്കിലും എൻഡോസ് ചെയ്ത് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുപോലെ എനിക്ക് ഏത് ബാങ്കിന്റെയും കൗണ്ടറിൽ ചെന്ന് ഈ ചെക്ക് മാറാം, ബെയറർ ചെക്ക് ആണെങ്കിൽ മാത്രം. ഇനി ഓർഡർ ചെക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ സെക്യൂർഡ് ആണ്. That is payable to a specific person named on the check or to their order. ചെക്കിൽ ആർക്കാണ് ഈ പൈസ കൊടുക്കേണ്ടതെന്ന് വ്യക്തമായി പേരെഴുതിയിരിക്കും, അല്ലെങ്കിൽ പേരെഴുതിയ വ്യക്തി ആർക്ക് കൊടുക്കണമെന്ന് ഓർഡർ ചെയ്യുന്നു ആ വ്യക്തിക്കായിരിക്കും അത് കൊടുക്കുക. ഫോർ ഇറ്റ്സ് ട്രാൻസ്ഫർ ഇറ്റ് റിക്വയർസ് ദ എൻഡോഴ്സ്മെന്റ് ഓഫ് ദ പേയി. ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പേയുടെ എൻഡോഴ്സ്മെന്റ് വേണം. എൻഡോഴ്സ്മെന്റ് ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. സോ ബെയറർ ചെക്കിൽ എൻഡോഴ്സ്മെന്റ് വേണ്ട, ഓർഡർ ചെക്കിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എൻഡോഴ്സ്മെന്റ് വേണം. സോ ഇതാണ് ബെയറർ ചെക്കും ഓർഡർ ചെക്കും. ക്ലിയർ അല്ലേ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. സോ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ഏതൊരു പോയിന്റും 3 മാർക്കിനായിട്ട് ചോദിക്കാം. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നിങ്ങൾ പഠിച്ച ഓരോ പോയിന്റ്, ഡ്രോയർ എന്താ, ഡ്രോയി എന്താ, പേയ് എന്താ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലബ് ചെയ്തൊരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വളരെ കുറച്ച് 1-2 സെന്റൻസിൽ ആൻസർ എഴുതി നിർത്തുക, പോയിന്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ബെയറർ ചെക്ക് ഓർഡർ ചെക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ ബെയറർ ചെക്ക് ഒരു പോയിന്റ് ആയിട്ടും ഓർഡർ ചെക്ക് അടുത്തൊരു പോയിന്റ് ആയിട്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതി. സോ ഈ രീതിയിൽ ആൻസർ ചെയ്യുക, നീറ്റായിട്ട് പ്രസന്റ് ചെയ്യുക. തന്നിരിക്കുന്ന സ്പേസ്, പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി ഒരു രീതിയിൽ നമ്മൾ ആൻസർ കുക്ക് ചെയ്തെടുക്കരുത്, മറിച്ച് കറക്റ്റ് ആൻസർ മാത്രം എഴുതുക, കറക്റ്റ് ആൻസർ മാത്രം എഴുതുക. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ സാമ്പിൾ ആണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാം. മീഡിയം ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ അവിടെ കാണും. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് എ പ്രോമിസറി നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു ആമുഖം കൊടുത്തുകൊണ്ട് അപ്പൊ തുടങ്ങാം. ഫീച്ചേഴ്സ് ഓഫ് എ പ്രോമിസറി നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പറഞ്ഞത്. ക്ലിയർ അല്ലേ? എന്നിട്ട് ഓരോ ഫീച്ചറും ലിസ്റ്റ് ഡൗൺ ചെയ്യാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോ ഫീച്ചറിനും ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം, ഒരു ചെറിയ എക്സ്പ്ലനേഷനും കൊടുക്കാം. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, റൈറ്റിംഗിലായിരിക്കണം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് 1881 പറയുന്നുണ്ട്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇറ്റ് മസ്റ്റ് ബി ഇൻ എ റൈറ്റിംഗ് ഫോം, നോട്ട് ആൻ ഓറൽ ഫോം. വാമൊഴിയായി അല്ല, റൈറ്റിംഗിലൂടെ തന്നെ എക്സ്പ്രസ് ചെയ്യാം. എക്സ്പ്രസ് പ്രോമിസ് ടു പേ, പേ ചെയ്യാനുള്ള ഒരു പ്രോമിസറി നോട്ട് ഉണ്ടായിരിക്കണം. ഓർഡർ അല്ല, പ്രോമിസ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഡെറ്റ് അക്നോളജ് ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഞാൻ നിനക്ക് 10,000 രൂപ തരാനുണ്ട്, ഞാനത് അക്നോളജ് ചെയ്യുന്നു, അത് പോരാ. ഞാൻ നിനക്ക് ഇന്ന ഡേറ്റിൽ ഈ 10,000 തിരിച്ചു തരാം, പ്രോമിസ് ചെയ്യണം. ക്ലിയർ ആണ്? അപ്പൊ എക്സ്പ്രസ് പ്രോമിസ് വേണം. അതുപോലെ അൺകണ്ടീഷണൽ ആയിരിക്കണം. ഇന്ന കാര്യം ചെയ്താൽ ഞാൻ പേയ്മെന്റ് നടത്താം, അല്ല, പേയ്മെന്റ് ഇന്ന രീതിയിൽ തരാം. അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രോമിസ് ആയിരിക്കണം. അതുപോലെ മേക്കർ സൈൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? The amount of money to be paid must be certain and definite. എത്ര രൂപയാണെന്നുള്ളത് certain ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം. ക്ലിയർ ആണോ? 1,00,000 പരം രൂപ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കറക്റ്റ് 1,10,000 ആണെങ്കിൽ 10,000 രൂപ എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. പേ ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളതും certain ആയിരിക്കണം. ക്ലിയർ ആണോ? And it should not be a bank note or a currency note issued by the government. Not a bank note or currency note. അതായത് ബാങ്ക് നോട്ടോ കറൻസി നോട്ടോ പ്രോമിസറി നോട്ടായി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്റ്റാമ്പ് ആയിരിക്കണം. ഇന്ത്യയിൽ എ പ്രോമിസറി നോട്ട് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ് ആസ് പെർ ദ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്. സോ ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സ് വ്യക്തമായി എഴുതി അതിനെല്ലാം എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് എത്ര ഫീച്ചേഴ്സ് എഴുതി? 1, 2, 3, 4, 5, 6, 7, 8 ഫീച്ചേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് എഴുതിയത്. 5 മാർക്കിന് സഫീഷ്യന്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഈ രീതിയിൽ വേണം ഇതുപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളും, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ. പ്രോപ്പർ പോയിന്റ് മാത്രം എഴുതുക, അതിനപ്പുറം യാതൊന്നും കൂട്ടിച്ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട. ഓക്കെ അല്ലെ? 5 മാർക്കിന്റെയാണ് പ്രോപ്പർ പോയിന്റ് മാത്രം എഴുതുക. അതും വളരെ വൃത്തിയായിട്ടും എഴുതുക.